അസ്സലാമലൈക്കും. സൈനു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്നലെ പരപ്പനങ്ങാടിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കല്ലുമ്മക്കായ കണ്ടപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ തൃശ്ശൂർ കിട്ടാത്തൊരൈറ്റാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്യുന്നതൊന്ന് കണ്ടു നോക്കാം. കല്ലുമ്മക്കായ നല്ലതുപോലെ തന്നെ എല്ലാതും ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് രാവിലെ തന്നെ ഞാൻ പൊന്നി അരി തിളച്ച വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 2-2.5 മണിക്കൂറോളമായി. ഇനിയിപ്പോൾ അതാ ഈ അരി നമുക്കൊന്ന് അരച്ചെടുക്കാം. ഫൈനായി വേണം അരച്ചെടുക്കാം. ഇതിലേക്ക് അരച്ചെടുക്കുന്ന സമയത്ത് തേങ്ങയും അതുപോലെ തന്നെ ചുവന്നുള്ളിയും പെരിഞ്ചീരകവും കൂട്ടി വേണം അരച്ചെടുക്കാം. എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും വളരെ വിഷമമുള്ള സമയമാണല്ലോ. ഇവിടെ അങ്ങനെ തന്നെയാണ്. മോന് 1-ാം തീയതി ജോലി കയറേണ്ടതാണ്. പക്ഷേ അവൻ്റെ ടിക്കറ്റ് ക്യാൻസലായപ്പോൾ അവർ വിളിച്ചപ്പോൾ പറഞ്ഞു കേട്ടോ, അപ്പോൾ ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട് വന്നാൽ മതിയെന്ന്. കാരണം അവൻ 10 ദിവസം അവിടെ ഇരുന്നിട്ടാണല്ലോ വരാൻ പറ്റിയിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ മോൻ അവിടെ ഉണ്ട്. ബഹ്റൈനിലാണ് ഏറ്റവും വിഷമം. എന്തായാലും എല്ലാവരും പഠിച്ചാൽ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതിരിക്കട്ടെ. ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, കല്ലുമ്മക്കായ ഫ്രൈ ചെയ്യുന്നത്. പക്ഷേ അത് വേറെ രൂപത്തിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇതും ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് കരുതി. ഇപ്പോൾ ഇങ്ങനെ വേവിച്ചെടുത്തതിന് ശേഷം നമുക്കിവിടെ കട്ട് ചെയ്ത് ഇതിൽ നിന്ന് അഴുക്കുകൾ മാറ്റിയെടുക്കാം. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല എളുപ്പമാണ് കേട്ടോ ചെയ്തെടുക്കാൻ. ഇനി ഇതെല്ലാം ഇങ്ങനെ ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് മുളകും അതേപോലെ തന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗാർലിക് പൗഡറാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കിയെടുത്തതിന് ശേഷം ഓരോന്നും ഇതിൽ ഡിപ്പ് ചെയ്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കോഴിക്കോട്ടുകാരും കണ്ണൂക്കാരാണ് കേട്ടോ ഇത് കൂടുതൽ ഉണ്ടാക്കാറ്. അവർ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണിത്. ഇപ്പോൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആരും കാണുന്നില്ല കേട്ടോ. തീരെ വ്യൂസ് ഉണ്ടാവാറില്ല. അത് കാരണം ഞാൻ ഷോർട്ട് വീഡിയോ ആണ് അധികം ഇടാറ്. പിന്നെ ഈ വീഡിയോ കാണുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്താണ് എല്ലാ മക്കളുടെയും വിശേഷങ്ങൾ? സ്കൂൾ അടച്ചോ? എക്സാം കഴിഞ്ഞോ? ഇവിടെ ഒരാളത് 5-ാം ക്ലാസ് എക്സാം കഴിഞ്ഞു. ഇന്നലെ സ്കൂൾ അടച്ചു. പിന്നെ ഒരാൾ ഇപ്പോൾ അതാ +1 എക്സാം കഴിഞ്ഞിട്ട് അവൾക്ക് 1-ാം തീയതി മുതൽ +2 ക്ലാസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. റിസൾട്ട് വന്ന് ഇപ്പോൾ ഇന്ന് മുതൽ ഓൺലൈനിലാണ്. ഇനിയിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ അടക്കും. കുട്ടികൾക്ക് നല്ല സന്തോഷമുള്ള സമയമാണല്ലോ അല്ലേ. ഇപ്പോൾ എല്ലതും ഞാനും മുളകിൽ ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല എരിവ് വേണം ഇവിടെ. അപ്പോൾ നല്ലോണം ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പലഹാരം ഉണ്ടാക്കുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണയാണ് നല്ല ടേസ്റ്റ്. ഇനി നല്ലതുപോലെ ഇത് ഓരോന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പൊന്നിയരി കൊണ്ടുണ്ടാക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു കേട്ടോ ബ്രദറിൻ്റെ വൈഫ് താത്ത. അപ്പോൾ ഞങ്ങൾ അതുപോലെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഞങ്ങൾ കോഴിക്കോട് പോകുമ്പോഴൊക്കെ വാങ്ങി കഴിക്കാറുണ്ട്. പിന്നെ ഇത് സ്ഥിരം ഉണ്ടാക്കുന്നവർക്കൊരു പുതുമല്ല കേട്ടോ. പക്ഷേ നമുക്കിത് ഇവിടെ കിട്ടാത്തതുകൊണ്ടാണ് ഇത്രയും ഒരു ഇത് വരുന്നത്. അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഉണ്ടാക്കാത്തവരൊക്കെ. അപ്പോൾ ഇനി നാളെ നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.